മുൻപൊരു ഇന്റർവ്യൂവിൽ ഡയറക്ടർ അമൽ നീരദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രകാശ് രാജിനെ പോലൊരു ആക്ടർ ഒരു ബ്ലെസ്സിംഗ് ആണ്. പുള്ളിയുടെ മുഖത്തേക്ക് ക്യാമറ വെക്കുന്നത് ഒരു എളുപ്പം ജോലിയാണെന്ന്. അൻവർ സിനിമ റിലീസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എന്റെ ഓർമ്മ. എന്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ലെവൽ കാലിബർ ഉള്ള ഒരു നടൻ തന്നെയാണ് പ്രകാശ് രാജ്. പക്ഷേ മൊത്തം ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ സൗത്ത് സിനിമയിൽ, ഇനി അതുമല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ തന്നെയുള്ള ഒരു നായക സൗന്ദര്യ സങ്കല്പങ്ങളിൽ പുള്ളി പെടാത്തതുകൊണ്ട് മാത്രം മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്തതുപോലുള്ള റെഗുലർ ഹീറോ സെൻട്രിക് മൂവീസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് മാത്രം. ബട്ട് ആസ് എൻ ആക്ടർ പുള്ളി വേറെ ലെവലാണ്. ഈ എഫേർട്ട്ലെസ് ആക്ടിംഗ് എന്നൊക്കെ പറയില്ലേ, അതാണ് പുള്ളി കയ്യിൽ നിന്ന് ഇടുന്നത്. എന്ന് വെച്ചാൽ ചുമ്മാ കയറി വന്ന് ഏത് കഥാപാത്രമാണോ ചെയ്യുന്നത് താൻ അയാളാണെന്ന് പുള്ളി ഈസിലി കൺവിൻസ് ചെയ്യും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ മാത്രം ഒപ്പീനിയൻ. ഇനി ഒരു സ്ട്രേഞ്ച് കാര്യം പറയാം. എന്റെ പണ്ട് മുതലേയുള്ള സിനിമാ ചർച്ചകളിൽ, എന്ന് വെച്ചാൽ സ്കൂൾ തലം മുതൽ കൂട്ടുകാരുമൊത്ത് നടത്തുന്ന ചർച്ചകളിൽ പലർക്കും ഇദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിൽ വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ചിലർ പറയും ആളുടെ ആക്ടിംഗ് റിപ്പീറ്റേറ്റീവ് ആണെന്ന്. ചില സമയത്ത് ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ വിജയുടെ പോക്കിരി ആൻഡ് വില്ല്, ഈ രണ്ട് കഥാപാത്രത്തിനും ആളൊരു പക്ഷേ സെയിം മാനറിസംസ് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് എവറി ടൈം. ഇനി ഈ പുള്ളിയുടെ ആക്ടിംഗ് നിങ്ങൾക്ക് ശരിക്കും കാണണമെങ്കിൽ 2020 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ പാവക്കഥകൾ എന്ന ആന്തോളജി ഫിലിമിലെ ഓരിരവ് എന്നൊരു സെഗ്മെന്റ് ഉണ്ട്. ഇദ്ദേഹവും സായി പല്ലവിയുമാണ് അഭിനേതാക്കൾ. അതീവ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണിത്, പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ. പക്ഷേ പ്രകാശ് രാജ് എന്ന പെർഫോമറെ നിങ്ങൾക്ക് അതിൽ കാണാം. ഇനി അടുത്തത് ആശിഷ് വിദ്യാർത്ഥി. പണ്ട് ഇദ്ദേഹത്തെയും പ്രകാശ് രാജിനെയും തമ്മിൽ എപ്പോഴും മാറിപ്പോവാറുണ്ട്. നമുക്ക് ഇദ്ദേഹത്തെ വേണമെങ്കിൽ സിന്തറ്റിക് പ്രകാശ് രാജ് അല്ലെങ്കിൽ പ്രകാശ് രാജ് ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് വേണമെങ്കിലും വിളിക്കാം. കാരണം മിക്കപ്പോഴും യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ ജയറാം പറയുന്നത് പോലെ പ്രകാശ് രാജിൽ നിന്ന് ഒരു സ്കെയിൽ കൂട്ടിയിട്ടാണ് ഇദ്ദേഹം എപ്പോഴും പെർഫോം ചെയ്യാറുള്ളത്. ബട്ട് അങ്ങനെയാണെങ്കിലും വിജയുടെ ഗില്ലി പോലുള്ള സിനിമകളിലെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാൻ ഭയങ്കര രസമാണ്.